പിണറായി വിജയൻ ഇന്ന് മങ്കടയുമായി ബന്ധപ്പെട്ട പറഞ്ഞ കാര്യമാണല്ലോ. മങ്കടയിൽ SDP പിന്തുണ വേണ്ടെന്ന് വെക്കുമോ എന്ന ചോദ്യത്തിന് മനസ്സിലായി, എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് അതിൽ വിഷമമുണ്ടെന്ന് മനസ്സിലായി എന്നുള്ള മറുപടി അല്ല പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും 4 വോട്ടിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേൾക്കുകയാണല്ലോ. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചട്ടത്തരം എന്ന പ്രയോഗം പോലും അതിശക്തമായി, അത് ആ പ്രയോഗത്തിലെ രാഷ്ട്രീയ ശരിയോ തെറ്റും വേറെ തന്നെ. പക്ഷേ അത് ഒരു ശക്തമായ പ്രതികരണമായി തന്നെ പറഞ്ഞിട്ടുള്ള പിണറായി വിജയൻ ഇതിൽ അത് മനസ്സിലായി മനസ്സിലായി എന്ന് പറഞ്ഞ് അതിനെ വളച്ച് പറയുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യമുണ്ട്. SDP വോട്ട് വാങ്ങുമോ ഇല്ലയോ? ഇല്ല എങ്കിൽ ഇല്ല. വാങ്ങുമ്പോൾ അവർ തരുന്നെങ്കിൽ തരട്ടെ എന്ന രൂപത്തിലാണെങ്കിൽ അത് പറയാം. അത് പറഞ്ഞിട്ടില്ല. ഇനി അവിടുത്തെ യാഥാർത്ഥ്യം എന്താണ്? അവിടെ ഇപ്പോൾ കുന്നത്ത് മുഹമ്മദിനെ മുൻ ലീഗ് വ്യക്തിയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ്, മുൻ മണ്ഡലം പ്രസിഡന്റിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അവിടുത്തെ SDP സ്ഥാനാർത്ഥി ആരായിരുന്നു? ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നെന്നേ, ഡോക്ടർ CH അഷ്റഫ്. ആ CH അഷ്റഫിന് വേണ്ടി അവിടെ റോഡ് ഷോ അടക്കം നടന്നതിന് ശേഷമാണ് CH അഷ്റഫിനെ പിൻവലിക്കുന്നത്. ആ പിൻവലിക്കൽ അപ്പോൾ സംശയകരമാകില്ലേ എന്നുള്ളതാണ്. അപ്പോൾ അത് അവിടെ ഒരു സംശയമായി നിൽക്കുന്നു. അടുത്തത് വേങ്ങരയിൽ. വേങ്ങരയിൽ SDP-ക്ക് 10,000 വോട്ട് വരെ കിട്ടിയിട്ടുണ്ടോ മുൻപ്? അവിടെ ഈ പറയുന്ന സഭാ കുണ്ടുപുഴയ്ക്കൽ അദ്ദേഹത്തിനൊപ്പം 2021 അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ മത്സരിക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിനൊപ്പം അവിടെ ആ പരിപാടിയിൽ പ്രസംഗത്തിൽ അദ്ദേഹത്തിനൊപ്പം സംസാരിക്കാനായി നിൽക്കുന്നത് SDP-യുടെ സംസ്ഥാന പ്രസിഡന്റാണ് കേട്ടോ, CP ലത്തീഫാണ്. ആരെങ്കിലുമല്ല, CP ലത്തീഫ് ആ വേദിയിലിരിക്കുന്ന ചിത്രം എൻ്റെ കയ്യിലുണ്ട്. അവിടെ സഭ പ്രസംഗിക്കുന്നു, ആ വേദിയിൽ അടുത്ത പ്രാസംഗികനായി അവിടെ ഇരിക്കുന്നുണ്ട്. ആ ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതായത് SDP-ക്ക് കൂടി വേണ്ടപ്പെട്ട ആളാണ് ഈ പറയുന്ന സഭ. അപ്പോൾ സാധാരണഗതിയിൽ സ്വതന്ത്രരെ നിർത്തുമ്പോൾ സ്വതന്ത്രയുടെ ബാക്ക്ഗ്രൗണ്ട്, എങ്ങനെയുള്ള സ്വതന്ത്രരെ തിരഞ്ഞെടുക്കാം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഒക്കെ സാധാരണഗതിയിൽ CPM-ന് ഉണ്ടാകാറുണ്ട്.